ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തുംദേന സാത്ത് മേര ഹോംനവ എന്ന സീരിയലിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാത്തൊരു ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് നർമ്മദാ ദേവിയുടെ അമ്പലത്തിലേക്ക് രക്ഷിത് പുറപ്പെട്ടു പോകുന്നതാണ്. അപ്പം അപരാജിതയൊക്കെ പുറപ്പെട്ടു പോകുന്ന നമ്മൾ തലേ ദിവസം തന്നെ കണ്ടിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത് ആ റിച്വൽ ചെയ്യാനായിട്ട്. സെയിം റിച്വലാണ് രണ്ടുപേരും ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്ന കൂട്ടത്തിൽ രക്ഷിത് അനിയനോട് ചോദിക്കണം, നീ അച്ഛൻ്റെ മരുന്ന് എടുത്ത് വെച്ചില്ലെന്ന് ചോദിക്കണം. അപ്പോൾ മറന്നു പോയാൽ ഞാനിപ്പോൾ ജോലിക്കാരോട് പറയാമെന്ന് പറയുമ്പോൾ രക്ഷിത് പറഞ്ഞു, ഇതിനൊക്കെ എന്താണ് ജോലിക്കാർ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം നമ്മളാണ് നോക്കേണ്ടത്, അത് ജോലിക്കാരല്ല, ഇന്നാ പിടിക്ക് കൊണ്ട് കാറിൽ വെക്കാമെന്ന് പറയാം. അപ്പോൾ അനിയൻ പറഞ്ഞു, സോറി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം. അപ്പോൾ രക്ഷിതിൻ്റെ അമ്മ പറയണം, നമുക്ക് സമ്പാദിക്കാനും വീടുണ്ടാക്കാനും മാത്രമല്ല മക്കൾ, നമ്മളെ നോക്കാനും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടിയിട്ടാണ്. എനിക്ക് കിട്ടിയ പുണ്യമാണ് എൻ്റെ മോൻ. അവൻ എൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അവൻ ഒരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ വല്യമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടണില്ല. അപ്പോൾ രക്ഷിതിൻ്റെ അമ്മ പറയണം, ഇതുപോലൊരു മോനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ഭാഗ്യമാണ് ചെയ്തതെന്നൊക്കെ എന്നെ പറയണം. അപ്പോൾ വല്യമ്മ പറയണം, എനിക്കുണ്ടൊരു മോൻ, എനിക്ക് പണി തരാനും എൻ്റെ വിധി മാറ്റാനും ഇല്ലാതെ അവനെ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ ബാക്കിൽ മകൻ നിൽപ്പുണ്ട്. അപ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് വായിന്നൊക്കെ നിൽക്കാതെ വണ്ടി കയറാൻ പറയും. അപ്പോൾ പുള്ളി ഭയങ്കര എന്തോ പാർട്ടിക്ക് പോണ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് രക്ഷിതിൻ്റെ ചേട്ടൻ ചോദിക്കണം, നിങ്ങളെല്ലാവരും എന്താ പിക്നിക്കിന് പോവുകയാണോ, ഇത്ര സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്, ആ റിച്വലിനുള്ള സാധനം മാത്രം പോരാന്ന് പറയുമ്പോൾ രക്ഷിത് പറയണം, നമ്മളെല്ലാവരും ഒരുമിച്ച് പോണത് പിക്നിക്ക് തന്നെയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കാറിൽ കയറണം. അപ്പോൾ വല്യമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ, എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇര എന്ന് പറഞ്ഞാൽ രക്ഷിത്തിൻ്റെ ഒരു ഫ്രണ്ടുമാണ്, പിന്നെ ഈ വല്യമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായതുകൊണ്ട് അവനെ അവളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അവൻ അങ്ങനെ ഒരു കണ്ണിൽ കൂടെ കണ്ടിട്ടില്ല. പക്ഷേ ഇരയ്ക്കെന്ന് പറഞ്ഞാൽ ഇവനെ കല്യാണം കഴിക്കണം, ബോയ് ഫ്രണ്ട് ആക്കണം, അങ്ങനെ ഒരു മൈൻഡാണ്. അവനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവർക്ക് പക്ഷേ ഈ കുടുംബത്തെ തകർക്കണം അങ്ങനെയൊന്നുമില്ല, രക്ഷത്തിനെ മാത്രം മതി, അങ്ങനെ ഒരു മൈൻഡാണ്. പക്ഷേ രക്ഷത്തിൻ്റെ അനിയനപ്പോൾ പറയുകയാണ്, അമ്മയുടെ ഭാവി മരുമോള് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയണം, എൻ്റെ മോൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെയുള്ള വ്യക്തിനെ കൊണ്ട്, പ്രത്യേകിച്ച് ഇവളെ കൊണ്ട് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾ കുറച്ച് മോഡേണാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മയ്ക്ക് അതൊന്നും അത്ര ദഹിക്കത്തില്ല. മോഡേണോ ആണ്, പിന്നെ ഈ വല്യമ്മയുടെ പിടിയിലുള്ള ആളാണെന്ന്, വല്യമ്മയുടെ ഒരു ഇര തന്നെയാണ്, അതുകൊണ്ട് ആ പേര് അവൾക്ക് കറക്റ്റാണ്. അപ്പോൾ രക്ഷിത പറയണം, നീ എന്താ ലേറ്റായ, വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയണം. നീ എന്താ ഇപ്പോൾ സാധാരണ പെണ്ണുങ്ങളെ പോലെ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ പറയണം, നിനക്ക് വേണ്ടി സാരിയൊന്നുമല്ല, എൻ്റെ എല്ലാ മോഡേൺ ലുക്കും മാറ്റം തയ്യാറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവനോട് പറയണം. അപ്പോൾ രക്ഷിത്തിൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ രക്ഷിത്ത് അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല, അവനങ്ങനെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോവാണ്. അപ്പോൾ വല്യമ്മ പറയുന്നുണ്ട്, എന്താ പോലാടി, ഇതിങ്ങനെയാണോ സാരി ഉടുക്കണം, നേരെ ഉടുക്ക്, ഒന്ന് അവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ ഈര വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാനായിട്ട് കയറുമ്പോൾ രക്ഷിതിൻ്റെ അനിയനെ പോയി പിടിച്ചില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പുറകിലിരുന്ന് ഛർദ്ദിക്കാൻ വരും, ഇപ്പം തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഞാൻ മുന്നിലിരുന്നോളാം, നിങ്ങൾ പോയി ബാക്കിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈര പോയി ബാക്കിലിരിക്കുകയാണ്. അതിന് കാണിക്കുന്ന അപരാജിതയാണ്, ഫാമിലിനാണ്. അപ്പോൾ അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപരാജിതയുടെ അനിയത്തി വണ്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പൂൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. അവൾക്ക് കാല് വേദനിക്കുന്നുണ്ടെന്നാലും അവളത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു ചോകമൂകമായിട്ട് കുത്തിയിരിക്കണം എല്ലാവരും. അപ്പോൾ അപരാജിത അവരെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് നമുക്ക് അന്താക്ഷരി കളിച്ചാലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിനാശ് പറയുകയാണ്, നിനക്കിങ്ങനെ അന്താക്ഷരി കളിക്കാനും ടൂറ് പോകാനും അങ്ങനത്തെ ആഗ്രഹമൊക്കെ ആണല്ലോ, ഇവിടെ മനുഷ്യനാ 15 ലക്ഷം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഞങ്ങൾ തീരുന്നതാണ്, അതൊക്കെ നിനക്കറിയണോ എന്ന് ചോദിച്ച് അവളെ വഴക്കിടണം. അപ്പോൾ അവൾ പറഞ്ഞു, അതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് പറയണം. അപ്പോൾ ആരോ ഇവരെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാറിലിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവളങ്ങനെ ഫണ്ണിയായിട്ട് പറഞ്ഞ് നമുക്കെന്നാൽ കളിക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും കളിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവിനാശിന് രശ്മിയോടൊരു ക്രഷുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേരുടെ ഫാമിലിക്കും അറിയാം, അതാണ് എല്ലാ കാര്യത്തിനും അവളെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ ബാക്കിലിരുന്ന് ഫ്രണ്ടിലിരുന്നൊക്കെ ഇങ്ങനെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പൂൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഒരു കോള് വരുവാണ്. നോക്കുമ്പോൾ ലളിതാണ്, അപ്പൂൻ്റെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ട് എന്താ കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പൂൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, അത് ഞങ്ങൾ ഇങ്ങനെ നർമ്മദാ ദേവിയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ്,
അപ്പോൾ റേഞ്ച് കട്ടായതായിരിക്കും, കാറിലല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, റേഞ്ച് കട്ടായതാവും, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പു ചോദിക്കുകയാണ് ഇത് ആരാണെന്ന്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണ് ബ്രേക്ക് ഇടുമ്പോൾ ഇങ്ങനെ താഴെ പോവുകയാണ്. അതെടുത്ത് നോക്കുമ്പോൾ ലളിതാണ്. അപ്പോൾ ഇത് കണ്ട് അവർക്ക് ഇങ്ങനെ പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് വരികയാണ്. അപ്പോൾ രക്ഷിത് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്, ഹിമ്മത്തിൻ്റെ അറൗട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവളതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകുകയാണ്. എന്ന് വെച്ചാൽ രക്ഷിത് കൂടെ ഇല്ലെങ്കിലും അവൻ പറഞ്ഞ കാര്യം അവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അവർ നർമ്മദ ദേവിയുടെ അമ്പലത്തിലെത്താണ്. ഇത് ശരിക്കുള്ള അമ്പലം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഈ സീനിൽ. നമുക്ക് ഈ ഗംഗാദേവിയുടെ മറ്റേ ബനാറസൊക്കെ ഇല്ലേ, അതേപോലെ ഉള്ള സെയിം അമ്പലമാണ്. അപ്പോൾ അനിയത്തിനെ കുറേ നേരം മടിയിലിരുത്തിക്കൊണ്ട് അപരാജിതയുടെ കാലിങ്ങനെ ഉളുക്കിയതുപോലെ, എന്ന് വെച്ചാൽ മരച്ച പോലെ ഉണ്ടാവും, ഇങ്ങനെ നടക്കാൻ പറ്റണില്ല. അപ്പോൾ അപ്പൂന് അനിയത്തി ചോദിക്കണം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ റിച്വലിനുള്ള സാധനങ്ങളൊക്കെ അവിനാശും രശ്മിയും കൂടെ ഇറക്കുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അടുത്ത് പറയുകയാണ് എന്നാലും നീ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുമോ, ഞങ്ങൾ ഇതും കൊണ്ടങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവിടേക്ക് പൂജാരി വരികയാണ് അമ്പലത്തിൽ. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഓക്കെ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, മുഹൂർത്തം കുറച്ച് നേരം കൂടെ ഉള്ളൂ, നമുക്ക് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നാളും പേരും ഈ ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പേനയില്ല. പേന എടുത്ത് നോക്കുമ്പോൾ ബാഗിൽ നിന്ന് എടുക്കണ രക്ഷിത്തിൻ്റെ പേനയാണ് എടുക്കുന്നത്. അപ്പോൾ അവൾ ഓർത്ത് ഇയാളിപ്പോഴും എൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ, പേനയായിട്ടാണേലും ഫോർമുലയായിട്ടാണേലും എന്നൊക്കെ ആലോചിച്ച് അവൾ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ പറയുകയാണ് എന്നാൽ ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ, നിങ്ങൾ പുറകെ വന്നേക്ക് ഇതും കൊണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അച്ഛനോട് അമ്മ ചോദിക്കുകയാണ് എന്തായി മരുമോൻ വിളിച്ചിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവളെ അങ്ങോട്ട് തിരിച്ചയക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പു ഇത് കേട്ടിട്ട് ആകെ പേടിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വീട്ടുകാരും കൂടി ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൂൻ്റെ അച്ഛൻ പറയണം നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, നീ അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക, എന്തായാലും ചടങ്ങുകൾ നടക്കട്ടെ, ഇപ്പം നമുക്ക് അത്യാവശ്യം ആരുവിൻ്റെ കല്യാണത്തിനുള്ള ക്യാഷ് കണ്ടെത്തുക എന്നുള്ളതാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ ഇതാണ് നർമ്മദ ദേവിയുടെ ക്ഷേത്രം. ഇത് നമ്മുടെ ബനാറസിനോടൊരു ചെറിയ സാമ്യമുള്ള അമ്പലമാണ്. അപ്പോൾ ഇവർ അവിടെയാണ് ചടങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ രക്ഷിത്തിൻ്റെ അമ്മ പറയുകയാണ് അല്ല മുഹൂർത്തത്തിന് സമയമായോ, ഞങ്ങൾ ലേറ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി പറഞ്ഞില്ല ലേറ്റ് ആയിട്ടില്ല, ടൈം ആവുന്നല്ലേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ്, നല്ല മുഹൂർത്തമാണ്, ഇന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും, ദേവി ഒരിക്കലും ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നവരെ കൈവിടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയണം അമ്മ ശരിക്കും പ്രാർത്ഥിച്ചു, അമ്മയ്ക്കല്ലേ ദൈവങ്ങളോട് കൂടുതൽ അടുപ്പമുള്ളതെന്ന് പറയുകയാണ്. അമ്മയ്ക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അമ്മ പറയുകയാണ് എനിക്കിനി ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ മകന് ഒരു നല്ലൊരു പെണ്ണിനെ കണ്ടെത്തണം, അത്രേ ഉള്ളൂ, എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം, അങ്ങനെ ഒരു പെൺകുട്ടീനെ നീ കണ്ടുമുട്ടണം, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയണേ ഞാൻ കിട്ടാൻ പോണ പെണ്ണിൻ്റെ അടുത്തൊക്കെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെയിം രക്ഷിത്തിൻ്റെ പേരെഴുതിയൊരു പേനയും കൊണ്ടാണ് ഇങ്ങനെ അപരാജിതം നടക്കുന്നത്. ട്രെയിനിൽ വെച്ച് ഇങ്ങനെ കിട്ടിയായിരുന്നല്ലോ ആ പേന കൊണ്ട്. അപ്പോൾ രക്ഷിത്ത് പറയണം അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഇപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് ഈ ചടങ്ങ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം അത് മാത്രം ചിന്തിച്ചാൽ മതി, എൻ്റെ കല്യാണക്കാരുമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് പൂജാരിയോട് പറയുകയാണ് ഇതൊക്കെ അടുത്തങ്ങനെ നടക്കുന്ന കാര്യമാണ്, എല്ലാവരും എപ്പോഴും പറയും കണ്ടുമുട്ടും എന്ന് പറയും, ഇതുവരെ ഞാനാരും കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ പൂജാരി പറയണം അങ്ങനെ വില കുറച്ചൊന്നും കാണണ്ട പോലെ നീ നോക്കിക്കോ, നീ ഇന്ന് തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഹിൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ നീ അങ്ങനെ നിർമ്മിച്ച് പറയല്ലേ, ഇവിടെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അതൊക്കെ നടന്നോളും എന്ന് പറയുവാണ്. ഈ സമയത്ത് അപരാജിത ആ സ്പോട്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ കാലിങ്ങനെ അനിയത്തി കുറേ നേരം മടിയിൽ കയറിയിരുന്നുണ്ട്, അവളുടെ കാല് മരച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ കാണിക്കുന്ന രക്ഷിത്തിനെയാണ്. രക്ഷിത്ത് പറയുകയാണ് നിങ്ങളിവിടെ കല്യാണ ചർച്ച നടത്തിക്കോ, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, ഞാനങ്ങോട്ട് നീങ്ങിയിട്ട് വരാം എന്ന് പറയണം. അപ്പോൾ പൂജാരി പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ ബാക്കിയുള്ളവർ കയറി തൊഴുതിട്ട് പോരും, നമുക്കത് കഴിഞ്ഞ് ചടങ്ങ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പൂജാരി ഇങ്ങനെ കള്ളം പറയുന്നത്, ഞാൻ കൂടെ തന്നെ വർഷങ്ങളായിട്ടുണ്ട്, ഇതിപ്പോൾ ആരെ കണ്ടുമുട്ടാനാ എന്നിങ്ങനെ അവൾ പറയുകയാണ്.
അപ്പോൾ രക്ഷിത്തും അപരാജിതയും ഒരേ സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകണം. അവൾക്കിങ്ങനെ കാല് മരച്ചിരിക്കുന്നതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീഴും എന്നും പറഞ്ഞിട്ടാണ് അവൾ നടക്കുന്നത്. അവളൊന്നാതെ പരിസരം ശ്രദ്ധിക്കുന്നില്ല. അവൾക്കിങ്ങനെ ഈ ലളിത അവളെ ഒന്ന് കൊണ്ടുപോകുമോ, പിന്നെ വീട്ടുകാർ പറഞ്ഞു വിടുമോ എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അവളിങ്ങനെ പേടിച്ച് നടക്കണം. അവൾക്ക് ആ സമയത്ത് ശ്രദ്ധയില്ല. ഇതാണ് പടിയുടെ അറ്റത്തു കൂടെയാണ് അവൾ നടക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ നടക്കുമ്പോൾ കാല് തെറ്റിയിട്ട് താഴേക്ക് ഇങ്ങനെ വീഴാൻ പോവാണ്. അപ്പോൾ രക്ഷിത്ത് അവളെ പിടിച്ച് രക്ഷിക്കുകയാണ്. അവളുടെ കൈ ഇങ്ങനെ പിടിച്ച് താങ്ങി നിർത്താണ്. അപ്പോൾ ഒരു നിമിഷം അവൾ പേടിച്ചു പോയി. ഇപ്പം ഞാൻ വീഴുമല്ലോ എന്ന്. അപ്പോഴാണ് അവൾ ബോധത്തിലേക്ക് വന്നത്. അവൾ വേറെന്തോ ചിന്തയിലായിരുന്നല്ലോ. പിന്നെ ആരാ പിടിച്ചതെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ രക്ഷിതാണ്. ഇയാൾ ഇവിടെ വന്ന എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവനെ വിളിക്കും. ഇവൻ്റെ പേരറിഞ്ഞൂടെ അവൾക്ക്. അപ്പോൾ അവൾ വിളിക്കുന്നത് സീറ്റ് നമ്പർ 16 എന്നാണ്. അപ്പോൾ അവനോട് നിങ്ങൾ സീറ്റ് നമ്പർ 16 അല്ലേ, നിങ്ങൾ ഇവിടെ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറയണം, സത്യത്തിൽ നീ എന്നെ ഫോളോ ചെയ്യല്ലേ, എവിടെ പോയാലും നീ ഉണ്ടല്ലോ, എവിടെ പോയാലും നിനക്ക് എന്തെങ്കിലും അപകടം പറ്റും. ഞാനെന്താ നിന്നെ രക്ഷിക്കുന്നതിൻ്റെ കോൺട്രാക്റ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ? എൻ്റെ പേര് അതാണെന്ന് വെച്ചിട്ട് ഞാനെപ്പോഴും ഇതിന് തന്നെ നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് നീ എൻ്റെ പുറകെ അതിന് വേണ്ടിയിട്ട് നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ അവൾ പറയണേ, അതൊന്നുമല്ല, എൻ്റെ കാലൊന്ന് മരച്ച്, അതുകൊണ്ട് ഞാൻ വീഴാൻ പോയതാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയുവാണ്. അപ്പോൾ രക്ഷിത പറയണം, നിനക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടല്ലോ, സത്യത്തിൽ നീ എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവൾ പറഞ്ഞ, ഒരു മിനിറ്റ്, ഞാൻ ഇനിയും ഇത് പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്ന് പറയണം. അപ്പോൾ അവൻ ചോദിക്കുക, എന്താ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ എടുത്തു തരാം എന്ന് പറയണം. അപ്പോൾ അവൻ ചോദിക്കുക, പെപ്പർ സ്പ്രേ ആണോ? അപ്പോൾ അവൾ പറഞ്ഞ, അല്ല. കല്ലാണോ? കല്ലല്ല. അപ്പോൾ പിന്നെന്താ, മുളക് പൊടിയാണോ? അവൾ ചോദിക്കണം, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയണം? അല്ല, ഈ നമ്മൾ ഫോളോ ചെയ്യണവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പെണ്ണുങ്ങൾ അതൊക്കെ അല്ലേ കൊണ്ട് നടക്കണേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറയണം. അപ്പോൾ അവിടെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം എന്താ, ഞാൻ വിചാരിച്ച കാര്യം വരെ മറന്നുപോയി, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയണം, അല്ല നീയല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത്, ഞാനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് വഴക്കിടാണ്. സത്യത്തിൽ എന്താ നിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പം നിലവിലുള്ള പ്രശ്നം എൻ്റെ കാല് മരച്ചിരിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ വീഴാൻ പോയി, അല്ലാതെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയാം, ഏത് കാലാന്ന് ചോദിക്കുമ്പോൾ ഈ കാലാന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കാലിട്ട് പിച്ച് വേണം. അപ്പോൾ അവൾ പറഞ്ഞ, കാല് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പിച്ച് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവിടെ ദേഷ്യപ്പെടുകയാണ്. പറഞ്ഞ്, ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരവിടെ കിടന്ന് അടിയുണ്ടാക്കണം. എന്നിട്ട് പറയാം, നിൻ്റെ കാലിനോട് ഞാനൊരു ഗുഡ് മോർണിംഗ് പറയട്ടെ, അപ്പം ചിലപ്പോൾ ശരിയാക്കുമായിരിക്കും, കാലാകെ ടയേർഡായി എന്ന് പറഞ്ഞ് അവൻ കുനിഞ്ഞിങ്ങനെ കാലിനോട് സംസാരിക്കണം. അപ്പോൾ അവൾ പറഞ്ഞ്, സത്യത്തിൽ ഇയാൾക്ക് വട്ടാണോ എന്നോർത്ത് അവൻ പറയാം, ഇനി നീ കാലൊന്ന് ശരിയാക്കി നോക്കിക്കുക എന്ന് പറയുവാണ്. അപ്പോൾ അവൾ ശരിയാക്കിയപ്പോൾ ഇങ്ങനെ കാല് ആട്ടി നോക്കിയപ്പോൾ കാലം ഓക്കെ ആയി. സംഭവം എന്തോ മർമ്മത്തിട്ട് വല്ലതും ആയിരിക്കും പിച്ച് ചെയ്ത്. അപ്പോൾ അവൻ പറയണം, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, നീ എല്ലാത്തിനും ഓവറായിട്ട് ടെൻഷൻ അടിക്കും, ഓവർ ഡ്രാമാറ്റിക്കാണ്, അത്രയ്ക്കൊന്നും ഇല്ല, ഇങ്ങനെ ചെറിയ രീതിയിൽ ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശമാണ് ഇവൻ്റെ മെയിൻ. എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ ഉപദേശിച്ചു വിടും. എന്നുവെച്ചാൽ അവർക്കത് യൂസ്ഫുള്ളും ആകുന്നുണ്ട് പല സാഹചര്യത്തിൽ, ഇങ്ങനെ എപ്പോഴും ഒരു ധൈര്യം കൊടുക്കുന്ന പോലെ. അപ്പോൾ അവൻ പറയണം, അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പോൾ ഓക്കെ ആണോ, നീ ആവശ്യമില്ലാതെ എപ്പോഴും പേടിക്കുന്നുണ്ടല്ലോ, അന്ന് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇതിന് മാത്രം നീ എന്തിനാണ് പേടിക്കുന്നത്, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നതെന്ന് ഇങ്ങനെ അവളോട് ചോദിക്കണം. അപ്പോൾ അവളതിന് ഒന്നും മിണ്ടുന്നില്ല. അത് പേഴ്സണൽ കാര്യമായതുകൊണ്ട് അവൾ പറയാം, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി, എനിക്കിപ്പോൾ ഇച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയണം, ഇത് എന്തൊരു പെണ്ണാണ്, സഹായിച്ചാൽ പോലും ഒരു പട്ടി വിലയാണ്, ഇവിടെയൊക്കെ സഹായിക്കാൻ പോയി എന്നെ വേണം തല്ലാൻ, ഇങ്ങനെ ഒരു ഐറ്റത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നവനിങ്ങനെ പറയണം. ഇവർ രണ്ടുപേരും എവിടെ വെച്ച് കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. അപ്പോൾ അവൻ പറയാം, നിന്നോട് ഞാൻ സംസാരിക്കണ്ടില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം പോവുകയാണ്. എന്നിട്ട് അവൻ പറയണം, ഇനി വീഴാൻ പോകുമ്പോൾ അറിയിക്കണേ, ഞാൻ ആംബുലൻസുമായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൾ പറയണേ, ഇതെന്തോ ബാധയാണെന്ന് തോന്നണം, ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയും ചെയ്യും, പക്ഷേ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടേ പോകുകയുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കുറച്ച് ഓഫാണെന്നേ ഉള്ളൂ, എന്നാലും ആൾ നല്ല സ്മാർട്ടാണ്, പെട്ടെന്ന് എൻ്റെ കാലൊക്കെ ശരിയാക്കിയല്ലോ ഓർത്തിട്ട് അവളിങ്ങനെ ആലോചിക്കണം. എന്നിട്ട് അവൾ നദിയിലേക്ക് ഇറങ്ങുകയാണ്, നിർമ്മല നദിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ ഒന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സന്യാസി ഇരിപ്പുണ്ട്, അയാൾ കേൾക്കുന്നുണ്ട് അവൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവൾ പറയുക,
എങ്ങനെയെങ്കിലും എന്നെ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണം, വീട്ടുകാർക്ക് ഒരു വിലയില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാനും പറ്റത്തില്ല എന്നൊക്കെ അവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന അയാൾ കേട്ടിട്ട് പറയണം, നിൻ്റെ എല്ലാ ദുരിതവും തീർക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, നീ പേടിക്കണ്ട, ഇനി നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല, അഥവാ നീ വിഷമിച്ചാലും നിനക്കത് ചോദിക്കാനുമായിട്ടുള്ള ഒരാളുണ്ടാവും, നീ ഇനി ഒരിക്കലും ഒറ്റയ്ക്കാകില്ല എന്നൊക്കെ അയാളിങ്ങനെ പറയണം. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അപരാജിതയുടെ ഫാമിലി എല്ലാവരും കൂടെ ഇങ്ങനെ കല്ല് അടുക്കി വെക്കണ ഒരു റിച്വൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴനിയിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. നമുക്ക് വീടുണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ കല്ലുകളിങ്ങനെ കൂട്ടി വയ്ക്കുമല്ലോ, അതൊരു ചടങ്ങാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കല്ലെടുത്തിട്ട് ഞാനും വെക്കാം എന്ന് പറഞ്ഞ് വെക്കാൻ പോകുമ്പോൾ അവിനാശ് സമ്മതിക്കില്ല. അപ്പോൾ ചോദിക്കുക, അല്ല എന്താ ഞാൻ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, അതെ, വീട് വെക്കുന്നത് ആണുങ്ങളാണ്, ആൺമക്കളാണ് വീട് വെക്കുന്നത്, പെണ്ണുങ്ങൾ വീട് വിട്ട് പോകേണ്ടവരാണ്, അല്ലാതെ വീട് വെക്കേണ്ടവരല്ല. നിനക്ക് വേണമെങ്കിൽ ചടങ്ങ് ചെയ്യാം, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കൂടെ ചെയ്യാം, ഇത് ഞങ്ങളുടെ വീടിൻ്റെ കാര്യമാണ്, അപ്പം ഞങ്ങൾ ചെയ്തോളാം, നീ ഇടപെടണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവൾക്ക് ആകെ വിഷമമാകുകയാണ്. അത് എല്ലാവരും ഫാമിലിയുടെ മൊത്തം മുന്നേ വെച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇനിയെങ്കിലും നീ ആ കാര്യം മനസ്സിലാക്കും, ഇവളുടെ തലയിൽ ഒന്നും കയറത്തില്ല, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം. അപ്പോൾ രശ്മിക്ക് ഇത് കേട്ടിട്ട് വിഷമമാകുന്നുണ്ട്, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവിനാശ് പറയണം, ഇനിയെങ്കിലും ഒന്ന് ബുദ്ധിപരമായി പ്രവർത്തിക്കുക, അപ്പോൾ നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഇത് വന്നിരുന്നെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് രണ്ടും കൂടെ ചെയ്യാമായിരുന്നല്ലോ, അതിനുള്ള അവസരമൊക്കെ നീ ഒഴിവാക്കിയിട്ടല്ലേ എന്ന് പറയണം. അപ്പോൾ അപ്പൂൻ്റെ അച്ഛൻ അവിനാശിനെ വഴക്കിടുകയാണ്, നീ എന്തിനാണ് ഇപ്പോഴും അവളെ അത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപരാജിത ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൾ ഇങ്ങനെ വഷളാവുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം വീട്ടിൽ നടക്കാൻ പോകുമ്പോൾ ഒരു മോള് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നാണക്കേടാണ്, ഇവർക്ക് അതിനെപ്പറ്റി ചിന്തയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്ത വേണ്ടതെന്ന് പറഞ്ഞ് അപ്പൂൻ്റെ അമ്മ അച്ഛനെ വഴക്കിടുകയാണ്. എന്നിട്ട് അപ്പൂൻ്റെ അമ്മ പറയണേ, 2 ദിവസത്തേക്ക് വേണ്ടി നീ വന്നതാണ്, അപ്പോൾ ആ നിലയ്ക്ക് നീ നിന്നാൽ മതി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നിനക്കിത്ര നെഗളിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയുക. എന്നിട്ട് അവർ അപ്പൂൻ്റെ അമ്മ അച്ഛനെ വിളിച്ചിട്ട് പോവുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളിവിടെ നിന്ന് ഇത് പറയാൻ നിന്ന് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, നമുക്ക് ബാക്കി ചടങ്ങുകളുടെ കാര്യം നോക്കാം എന്നൊക്കെ പറയണം. എന്നിട്ട് ബാക്കിയുള്ള മക്കളോട് പറയണം, നിങ്ങളെന്നാൽ പോയി തൊഴുതിട്ടൊക്കെ വായന സമയമുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ആകെ വിഷമിച്ചു. എന്ന് വെച്ചാൽ അവൾക്ക് ആകെ നാണക്കേടായി അങ്ങനെ പറഞ്ഞപ്പോൾ. ഇനി സ്വന്തം വീട്ടുകാർക്ക് പോലും അവൾ അന്യാണെന്നറിഞ്ഞിട്ട് അവൾക്ക് വിഷമമാകുകയാണ്. പക്ഷെ അപ്പൂൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾക്ക് അവളുടെ ഹസ്ബൻഡിലേക്ക് വീട്ടിലേക്ക് പോകാനൊരു ചൂടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവൾ ഇവിടെ തന്നെ നിന്ന് അവിടെ ജീവിതം പോകത്തില്ല എന്നിങ്ങനെ എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് കയറുവാണ്, തൊഴാനായിട്ട് പോകണം. അപ്പോൾ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, സ്വന്തം വീട്ടിലെ ഒരു ചടങ്ങ് ചെയ്യാൻ പോലും പറ്റാതായിപ്പോയല്ലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഇവരുടെ റിച്വലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.